ഹായ് നമസ്കാരം. എൻ്റെ പേര് എൽദോ ES ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പുതിയ വീഡിയോ ഞാൻ കുറച്ച് ഡിലേ വന്നു. നമ്മുടെ സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതിന് നമ്മൾ മൈക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നന്ദി. പുതിയ വീഡിയോസ് എല്ലാവരും ചെയ്യുന്ന എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ലോഞ്ചായ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചായ സ്വിഫ്റ്റാണ്. 4th Gen സ്വിഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ LXI വേരിയൻ്റാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. അതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കളേഴ്സ്, എത്ര കളേഴ്സ് വരും, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കും. ഇതാണ് നമ്മുടെ മാരുതിയുടെ പുതിയ സ്വിഫ്റ്റ്. 2005 ഇന്ത്യയിൽ ആദ്യമായി സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് പലതവണ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയാലും 2024 ഏറ്റവും ഫേസ് ലിഫ്റ്റ് ആയിട്ട് 4th Gen Z സീരീസ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പുതിയ സ്വിഫ്റ്റിൽ സ്മോക്ക്ഡ് പ്രൊജക്ട് ഹെഡ് ലാംപ്സും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫോഗിനാമുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പുതിയ സ്വിഫ്റ്റിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഫ്രണ്ടിലെ ഗ്ലോസി ബ്ലാക്ക് ഗ്രിൽസ്. വണ്ടിയുടെ സൈഡ് ഭാഗങ്ങളിൽ വരുമ്പോൾ ടയർ സൈസ് 14 ഇഞ്ചാണ് ബേസ് മോഡൽ 3 വേരിയൻസിലും, ഫുൾ ഓപ്ഷനിൽ മിഡ് വേരിയൻറ്റിലും 15 ഇഞ്ചാണ് സൈസ് വരുന്നത്. സൈഡ് വശങ്ങളിൽ പഴയതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ സ്വിഫ്റ്റിൽ നിന്ന് ബാക്കിലെ ഡോർ ഹാൻഡിൽ താഴത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ബാക്ക് വശങ്ങളിൽ വരുമ്പോൾ ബേസിക് ആയിട്ട് 4 സെൻസേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ് സി ടൈപ്പ്, പുതിയതായി ടെയിൽ ലാമ്പ് വന്നേക്കുന്നത് സി ടൈപ്പ് ആണ്. ബാക്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 265 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് പ്രൊവൈഡഡ് ആണ്. വേണമെങ്കിൽ സീറ്റ് മടക്കിയിട്ട് യൂസ് ചെയ്യാം. ഇന്ത്യയുടെ സൈഡിലോട്ട് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പഴയ കീ തന്നെയാണ് ഇപ്പോഴും മാരുതി കണ്ടിന്യൂ ചെയ്യുന്നത്. ഉള്ളിലോട്ട് ഡി ഷേപ്പ് സ്റ്റിയറിംഗും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഇന്റീരിയർ ടച്ച് കൊടുക്കുന്നുണ്ട് പുതിയ സ്വിഫ്റ്റിൽ. സീറ്റിന്റെ കാര്യത്തിലും പറയാനില്ല, അത്യാവശ്യം നല്ലൊരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റിയറിംഗിന്റെയും ഓഡോമീറ്ററിന്റെയും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയേറെ നല്ലൊരു ക്ലസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായി വന്നിരിക്കുന്ന ഓട്ടോ ക്ലൈമറ്റ് AC പോലെ ഇരിക്കുന്ന സ്വിച്ചുകളാണ് പുതിയ സ്വിഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോയുടെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു 9 ഇഞ്ച് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗങ്ങളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഐഡൽ സ്റ്റാർട്ട് ഓഫിൻ്റെയും അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ലെഗ് റൂംസും ഇരിക്കാനുള്ള ടൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുൻവശത്തോട് വരുമ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1200 cc എഞ്ചിനിൽ 81 PS പവറിൽ 111 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കരുത്തേറിയ Z സീരീസ് എഞ്ചിനാണ് നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ മാനുവലി 24 കിലോമീറ്ററും ഓട്ടോമാറ്റിക്കലി 25 കിലോമീറ്ററുമാണ് ഇതിനകത്ത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പറയുന്നത്. അതുപോലെ തന്നെ 4 കളർ വേരിയൻസിലാണ് LXI വേരിയൻസ് വരിക. നമുക്ക് വൈറ്റ്, റെഡ്, ഗ്രേ, സിൽവർ എന്നീ 4 കളേഴ്സും. എക്സ്ഷോറൂം പ്രൈസ് 649,000 വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്.